ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 4 അല്ലി കുടംപുളി ഇടണം. കല്ലുപ്പും ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിനാവശ്യമായ കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഒരു ഉള്ളി, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം ചതച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വന്ന് ഇതിൽ പൊടിയൊക്കെ പിടിച്ചു. ഇനി നമുക്കിതിലേക്ക് കുഞ്ഞ മത്തിയാണ് ചേർക്കാൻ പോകുന്നത്. നന്നാക്കി വെച്ച കുഞ്ഞ മത്തി ഇതിലേക്ക് ചേർക്കുക. ചെറിയ മത്തിയാണ്, നന്നാക്കാൻ ഇച്ചിരി പാടൊക്കെയായിരുന്നു. എന്നാലും അത് നന്നാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. കുരുമുളക് മാത്രമാണ് എരിവിനായിട്ട് ചേർത്തിട്ടുള്ളത്. അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ഇട്ട് വരട്ടിയ കുഞ്ഞ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി തണുത്തതിന് ശേഷം